അഞ്ചാം ദിവസമാണ് ചേലക്കരയിൽ കാട്ടാന ഇറങ്ങിയത്. ഇതോടുകൂടി നാട്ടുകാരെ സംബന്ധിച്ച വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. ഇന്നലെ രാത്രി ആറ്റൂരിലാണ് ആന എത്തുന്നത്. ബൈക്ക് യാത്രികനായ ഒരു യുവാവ് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും ചെയ്തു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ അവിടെ നിന്ന് വരികയായിരുന്നു ഈ അനീഷ് എന്ന് പറയുന്ന പ്രദേശവാസിയായിട്ടുള്ള ആൾ ഈ വളവ് തിരിഞ്ഞ് മാറുന്നതിനിടയിൽ ആന ഈ വളവിൽ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. പെട്ടെന്ന് ആനയെ കാണുന്നു. ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ആന പാഞ്ഞെടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ വീണ ബൈക്ക് പിന്നീട് കുറച്ചു ദൂരം കൂടി ആന തള്ളി ഈ അനീഷിന് പുറകെ ഓടുകയും ചെയ്തു. എന്തായാലും നമ്മളോടൊപ്പം ചേരുന്ന ഇപ്പോൾ ഇന്നലെ ഈ കാട്ടാനാക്രമണത്തിന് ആനയ്ക്ക് മുന്നിൽപ്പെട്ട അനീഷാണ്. എന്താ ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ മറ്റേ വർക്ക്ഷോപ്പിൽ നിന്ന് പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് കടയിലിറങ്ങിയിട്ട് പോവായിരുന്നു. നേരം പോയിട്ട് ഞാൻ ഇവിടെ ഇതായിട്ട് മൊബൈൽ കടയിൽ വെച്ചിട്ട് തിരിച്ചു പോന്നിട്ട് നേരെ ആനയുടെ ബാക്കിലാണ് പെട്ടത്. ഈ ആന എന്നെ ഒരു 2 അടി മുമ്പോക്കം വെച്ച കാരണം ഞാൻ ബൈക്ക് അവിടെ ഇട്ടിട്ട് ഓടിയപ്പോൾ എൻ്റെ പിന്നാലെ വന്നു. ബൈക്കിനെയും തള്ളി നീക്കി പോവുകയാണ് ചെയ്തത്. ആനയെ കണ്ട വഴി ബൈക്ക് ഉപേക്ഷിച്ചിട്ട് ഓടി ബൈക്ക് അവിടെ ഇട്ടിട്ട് ഞാൻ ഓടുകയാണ് ചെയ്തത്. എൻ്റെ പിന്നാലെ വന്നു. എന്നിട്ട് ഞാൻ നേരെ ഓടിച്ച് ഓടിയപ്പോൾ അവിടെ ഒരു വീട്ടിൽ ഡോറ് തുറന്ന് എന്നിട്ട് ഞാൻ ഓടിക്കയറുകയാണ് ചെയ്തത്. ഇതിപ്പോൾ തുടർച്ചയായിട്ട് ഈ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നുണ്ടോ? അത് തുടർച്ചയായിട്ട് ഇപ്പോൾ 5 ദിവസത്തോളമായി ഈ പ്രദേശത്ത് ആന റോഡ് മുറിച്ച് കിടക്കുന്നു. ജനങ്ങളുടെ ജീവനും അതേപോലെ മറ്റേ കൃഷികളും ഉൾപ്പെടെയുള്ള മതിലും നമ്മൾ നേരത്തെ കണ്ട പോലെ ഈ പ്രദേശത്തെ മുഴുവൻ സ്ഥലങ്ങളിലും മതിലുകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ആന. വലിയ പേടിയിലാണല്ലേ? എല്ലാവരും ഭയങ്കര പേടിയിലാണ്. കാരണം എത്ര പ്രാവശ്യമായി കംപ്ലൈന്റുകൾ കൊടുക്കുന്നു, ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നില്ലല്ലോ. ഇവിടെ മാത്രമല്ല, ഇതിന് അടുത്ത സ്റ്റോപ്പ് ആറ്റൂര്, മണലാടി, ഈ ഭാഗത്ത് ചെറകോണം, ഈ ഭാഗത്തൊക്കെ എല്ലാവരും ആശങ്കയിലാണ്. ഇതിന് ശേഷം ആന കാട്ട് കയറിയിട്ട് അവിടെ കുറേ പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. അതിനുവേണ്ടി അവരെ ആ പ്രദേശത്തുള്ള ജനങ്ങൾ ജീവിക്കാൻ അനുവദിക്കണമെന്ന് മാത്രമേ പറയുള്ളൂ. എന്തായാലും ഇന്നലെ രാത്രിയൊക്കെ ഈ ആറ്റൂരിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ സംസ്ഥാന പാതയടക്കം ഉപരോധിച്ചു. രാത്രി മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന സമരം. അതിനു അവസാനം ഈ ഉദ്യോഗസ്ഥരെല്ലാവരും എത്തി നൽകിയ ചില ഉറപ്പിന്മേലാണ് ഇന്നലെ രാത്രി സമരം അവസാനിപ്പിച്ചത്. ഈ ആന പിന്നീട് ഇതുവഴി കയറി പോവുകയായിരുന്നു. അത് അതിനകത്തേക്ക് കയറി നിരവധി വീടുകളുടെ അടക്കം മതിലുകൾ ആന തകർത്തു. ഇന്നലെ മാത്രമല്ല, തുടർച്ചയായ ദിവസങ്ങളിൽ ഈ മേഖലയിൽ ആന ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നത്. കുതിരാൻ തുരങ്കം വന്നതിന് ശേഷമാണ് ഈ മേഖലയിലേക്ക് അടക്കം കാട്ടാൻ എത്തി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ആനയെ ഇവിടെ നിന്ന് കാട് കയറ്റി വനമേഖലയിലേക്ക് കയറ്റിവിടണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അത് പരിഗണിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.